റിപ്പോർട്ടർ കേരള സർവകലാശാല വിസിയുടെ ചേംബറിലെ SFI പ്രതിഷേധത്തിൽ പോലീസിൽ പരാതി നൽകി സർവകലാശാല രജിസ്ട്രാർ. 2 CPM സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒത്താശ ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ G മുരളീധരൻ പിള്ള, ഡോക്ടർ പ്രമോദ് എന്നിവർക്കും വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഇതാദ്യമായാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർവകലാശാല പരാതി നൽകുന്നത്. പരാതിയുടെ പകർപ്പും CCTV ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു. ഞങ്ങൾ പരമാവധി സഹകരിക്കാൻ നോക്കുക. അപ്പുറത്തെ ഫോട്ടോസ് കാണിച്ചാൽ ആ ഫോട്ടോസ് കാണിച്ചാൽ കുഴപ്പമില്ല. പറയാ പറഞ്ഞേ ഞാൻ വിളിക്കാനായ ഞങ്ങൾ ഈ പണിയായിട്ട് പറയണ്ട. ഒത്തിരി കഴിഞ്ഞിട്ട് പറയാം. അതെല്ലാം നന്നായിട്ട് പറയാം. എല്ലാ ബഹുമാനവും ഒത്തിരിക്കുക. പരമാവധി യൂണിവേഴ്സിറ്റി സഹായിക്കാൻ സഹകരിച്ചു വേണമെങ്കിൽ ഞാൻ നടന്നു നോക്കി. ഞാനൊരു മന്ത്രന്മാരോട് അറിയുന്നുണ്ടല്ലോ. എന്താ വേണ്ടതെന്ന് പറയും. പറയാതെ അത് പോകാൻ പറയാൻ ഞങ്ങൾക്ക് വരുന്നു. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നത് ആദ്യമായാണ്. എന്താണ് സർവകലാശാലയുടെ നീക്കം? ആര്യ, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല യൂണിയൻ കലോത്സവം നടത്താൻ VC അനുമതി നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ VCയുടെ ചേംബറിനുള്ളിൽ കയറി മണിക്കൂറുകളോളം പ്രതിഷേധിക്കുകയും സർവകലാശാലയുടെ മുറ്റത്ത് കലാപ്രകടനം നടത്തി സമരം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അന്നേ ദിവസം സർവകലാശാലയിൽ നടന്ന സംഭവവികാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ സർവകലാശാല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും CPM സിൻഡിക്കേറ്റ് ായ G മുരളീധരൻ പിള്ള, അതിനോടൊപ്പം തന്നെ പ്രമോദ് എന്നിവർക്കെതിരെയും സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കുമെതിരെയാണ് ഇത്തരത്തിൽ രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. സർവകലാശാലയിൽ പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തു എന്നതാണ് ഈ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായി ഈ സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ തടഞ്ഞപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ G മുരളീധരൻ ആവശ്യപ്പെട്ടു എന്ന് സുരക്ഷാ ജീവനക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുവെന്നും VCയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും ചെയ്തു എന്നും ഇത്തരത്തിൽ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു സർവകലാശാല അധികൃതർ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ തന്നെ പരാതി നൽകുന്നത്. ഈ 2 അംഗങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം എന്നതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സിറ്റി പോലീസ് കമ്മീഷണർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ SHOയ്ക്കുമാണ് രജിസ്ട്രാർ രേഖാമൂലം VCയുടെ നിർദ്ദേശപ്രകാരം പരാതി നൽകിയിരിക്കുന്നത്. VCയുടെ ചേംബറിനുള്ളിലെ സാധനങ്ങളും സാമഗ്രികളും നാശം വരുത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പൂട്ടിയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഈ പരാതിയിൽ പ്രധാനമായി സൂചിപ്പിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിൻഡിക്കേറ്റും VCയും തമ്മിലുള്ള പരസ്യമായ പ്രകടമായ പോരിലേക്ക് തന്നെ ഈ പരാതിയും അതേ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിശദീകരണവും SFI നേതാക്കളുടെ വിശദീകരണവുമാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.